ഓം ശ്രീ ആഞ്ജനേയായ നമഃ. MS-V4 ആസ്ട്രോ റിസർച്ചിന്റെ വാരഫല വീഡിയോയിലേക്ക് ഏവർക്കും ഹാർദവമായ സ്വാഗതം. ഞാൻ MS വിനീത്. ഈ ഒരു വീഡിയോയിൽ അടുത്ത ഒരാഴ്ചത്തെ ആഴ്ചഫലമാണ് ഞാൻ പ്രതിപാദിക്കുന്നത്. വരുന്ന ഞായറാഴ്ച മുതൽ അടുത്ത ശനിയാഴ്ച വൈകിട്ട് വരെയുള്ള അത്രയും ദിവസത്തെ ഫലമാണ് ഞാൻ പറയുന്നത്. അതായത് 2025 ജൂലൈ 20 മുതൽ ജൂലൈ 26 വരെ അത്രയും ദിവസത്തെ 27 നക്ഷത്ര ജാതകരുടെ ഫലമാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ പ്രതിപാദിക്കുന്നത്. ഈ വാരഫല വീഡിയോ ഞാൻ ചെയ്തിരിക്കുന്നത് കവടി പ്രശ്നത്തിലൂടെയാണ്. ഓരോ രാശിക്കും ഓരോ തവണ കവടി പ്രശ്നം വെച്ച്, അതായത് മേടക്കൂർ മുതൽ മീനക്കൂർ വരെയുള്ള 12 കൂറുകൾക്ക് ഓരോ തവണ കവടി പ്രശ്നം വെച്ച് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത്. എന്റെ ചാനൽ MS-V4 ആസ്ട്രോ റിസർച്ച് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവ് ചെയ്തൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ വിലയേറെ അഭിപ്രായം കൂടി കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. വാരഫല വീഡിയോയിൽ ആദ്യമായിട്ട് മേടക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലം നമുക്ക് നോക്കാം. മേടക്കൂർ നക്ഷത്ര ജാതകരായ അശ്വതി, ഭരണി, കാർത്തികയുടെ ആദ്യ കാൽഭാഗം. മേടക്കൂർ നക്ഷത്ര ജാതകർക്ക് ശത്രു സംബന്ധമായിട്ടുള്ള തടസ്സം ഈ ഒരാഴ്ച നേരിടുന്നതാണ്. ജോലി സംബന്ധമായിട്ടുള്ള ജോലിയിലുള്ള ഒരു അലസത ഉണ്ടാകാനുള്ള സാധ്യതകളും ഈ ഒരാഴ്ച കാണിക്കുന്നുണ്ട്. ജോലി അന്വേഷിക്കുന്നവർക്ക് പക്ഷെ വളരെ നല്ല ഒരു വാരമാകും. അതുപോലെ തന്നെ കുടുംബത്ത് ശാന്തിയും സമാധാനവും ഐശ്വര്യം നിലനിൽക്കുന്നതാണ്. പക്ഷെ ജോലിയിലുള്ള തടസ്സം, ജോലി അലസത, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാകുന്നതാണ്. അനാവശ്യമായിട്ടുള്ള ടെൻഷൻസ്, അങ്ങനെയുള്ള ഓവർ തിങ്കിങ്, ഒരുപാട് എപ്പോഴും ഫ്രസ്ട്രേറ്റഡ് ആയിരിക്കും. അങ്ങനെ മനസ്സ് നിയന്ത്രിക്കാൻ പറ്റാത്ത രീതിയിൽ അങ്ങനെ ഓവർ തിങ്കിങ് കാരണം അങ്ങനെയുള്ള ഇഷ്യൂസ് ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതകളും കാണിക്കുന്നുണ്ട്. ജോലി സംബന്ധമായിട്ട് കൂടുതൽ യാത്രകൾ ചെയ്യേണ്ട ഒരു വാരമായിട്ടാണ് മേടക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകർക്ക് പൊതുവെ കാണിക്കുന്നത്. അതുപോലെ തന്നെ കുടുംബ ദേവി കടാക്ഷം മസ്റ്റായിട്ട് നേടേണ്ട ഒരു വാരമായിട്ടാണ് കാണിക്കുന്നത്. കുടുംബക്ഷേത്രത്തിൽ പറ്റുമെങ്കിൽ ദർശനം നടത്തുക. ഹയർ സ്റ്റഡീസിന് പുറത്തു പോകാൻ പ്ലാൻ ചെയ്യുന്ന കുട്ടികൾക്ക് വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ്. അതുപോലെ വിവാഹം ആലോചിക്കുന്ന മേടക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകർക്ക് വളരെ നല്ല സമയമാണ്. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർ ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റ്സ് ഈ ഒരു ആഴ്ച ഒന്ന് ശ്രദ്ധിക്കുക. അതുപോലെ ബിസിനസ് എക്സ്പാൻഷൻ കാര്യങ്ങൾ ഒക്കെ ഈ ഒരു അടുത്ത ബുധനാഴ്ച വരെ അത്ര നല്ല സമയമാകില്ല. അപ്പം ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവരൊന്ന് ശ്രദ്ധിക്കുക. അടുത്ത ബുധനാഴ്ച വരെ കുറച്ച് ദൈവാധീനം കുറഞ്ഞു നിൽക്കാനുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ കർക്കിടക മാസമാണ്. വിഷ്ണു സഹസ്രനാമം ദിവസവും ജപിക്കുക. അതുപോലെ രാമായണ പാരായണം അതിന് കൂടുതൽ പ്രാധാന്യം നൽകുക. ഹനുമാൻ സ്വാമി ക്ഷേത്രത്തിൽ പറ്റുമെങ്കിൽ ദർശനം കൂടി നടത്തുക. അടുത്തത് ഇടവക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകരുടെ അടുത്തൊരാഴ്ചത്തെ ഫലം നമുക്ക് നോക്കാം. ഇടവക്കൂർ നക്ഷത്ര ജാതകരായ കാർത്തിക മുക്കാൽ ഭാഗം, രോഹിണി, മകൈരം പകുതി. ഇടവക്കൂർ നക്ഷത്ര ജാതകർക്ക് ആരോഗ്യപരമായിട്ടുള്ള ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനുള്ള സാധ്യത അടുത്തൊരാഴ്ച കാണിക്കുന്നതാണ്. അതായത് നയന സംബന്ധമായിട്ടുള്ള പ്രശ്നം, ഉദര സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ട്, നടുവിന് വേദന, അങ്ങനെയുള്ള ചെറിയ ആരോഗ്യ ക്ലേശങ്ങൾ ഈ വരുന്ന ആഴ്ച ഇടവക്കൂർ നക്ഷത്ര ജാതകർക്ക് കാണിക്കുന്നുണ്ട്. ജോലി അന്വേഷിക്കുന്നവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ്. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും അതുപോലെ തന്നെ ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റ്സ് കാര്യങ്ങൾ ഒക്കെ ചെയ്യാനൊക്കെ പ്ലാൻ ചെയ്യുന്നവർക്കും വളരെ നല്ലൊരു വാരമായിട്ടാണ് കാണിക്കുന്നത്. വിവാഹം ആലോചിക്കുന്നവർക്ക് അടുത്ത ചൊവ്വാഴ്ച വരെ ചെറിയ തടസ്സം നേരിടാനുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട്. വാഹനം എടുക്കാൻ പ്ലാൻ ചെയ്യുന്നവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ്. അതുപോലെ തന്നെ കൺസ്ട്രക്ഷൻ മേഖലകളിൽ വർക്ക് ചെയ്യുന്നവർക്ക് ചെറിയ രീതിയിലുള്ള അലസത ഉണ്ടാകാനുള്ള സാധ്യതകളും കാണിക്കുന്നുണ്ട്. കുടുംബത്ത് ശാന്തിയും സമാധാനവും ഐശ്വര്യം നിലനിൽക്കുന്നതാണ്. ചിലവുകൾ ഇടവക്കൂർ നക്ഷത്ര ജാതകർക്ക് ഈ ഒരാഴ്ച കൂടി നിൽക്കുന്നതാണ്. അപ്പം ചിലവ് സംബന്ധമായിട്ട് അങ്ങനെയുള്ള എക്സ്പെൻസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റ്സ് കാര്യങ്ങളും നല്ല രീതിയിൽ ശ്രദ്ധിക്കേണ്ടതാണ്. അടുത്തത് മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകരുടെ അടുത്തൊരാഴ്ചത്തെ ഫലം നമുക്ക് നോക്കാം. മിഥുനക്കൂർ നക്ഷത്ര ജാതകരായ മകൈരം പകുതി, തിരുവാതിര, ഉണർദം മുക്കാൽ ഭാഗം. മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകർക്ക് അടുത്ത ഒരാഴ്ച വളരെ ദൈവാധീനം നിറഞ്ഞ നല്ലൊരു വാരമായിരിക്കും. ജോലി അന്വേഷിക്കുന്നവർക്ക് പെട്ടെന്ന് ലഭിക്കാനുള്ള ദൈവാധീനം, അതുപോലെ തന്നെ നിലവിൽ ജോലി സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, തടസ്സങ്ങളൊക്കെ മാറുന്നതാണ്. പ്രത്യേകിച്ച് ടീച്ചിങ് ഫീൽഡിൽ ഒക്കെ വർക്ക് ചെയ്യുന്നവർക്ക്, അധ്യാപകർക്ക് വളരെ നല്ലൊരു വാരമായിരിക്കും. കാരണം അവര് അങ്ങനെയുള്ള പ്രത്യേകിച്ച് പ്രൈവറ്റ് സെക്ടേഴ്സിലൊക്കെ വർക്ക് ചെയ്യുന്നവർ, അവര് അങ്ങനെ ഇൻക്രിമെന്റ് റിക്വസ്റ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തവർക്ക്, അതുപോലെ ലീവ് സാങ്ഷൻ കാര്യങ്ങളൊക്കെ കൊടുത്തവർക്കൊക്കെ വളരെ നല്ല വാരമായിട്ടാണ് കാണിക്കുന്നത്. അപ്പം മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകർ അധ്യാപകർക്ക് വളരെ നല്ലൊരു വാരമായിട്ടാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ കുട്ടികൾക്ക് ഹയർ സ്റ്റഡീസിന് പുറത്തു പോകാൻ പ്ലാൻ ചെയ്യുന്ന കുട്ടികളും അതുപോലെ കോമ്പറ്റേറ്റീവ് എക്സാംസിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന
മിഥുനക്കൂർ നക്ഷത്ര ജാതകർക്കും വളരെ അനുകൂലമായിട്ടുള്ള സരസ്വതി ദേവിയെ കടാക്ഷം നിറഞ്ഞു നിൽക്കുന്ന ഒരു വാരമായിട്ടാണ് കാണിക്കുന്നത്. കുടുംബത്ത് ശാന്തിയും സമാധാനവും ഐശ്വര്യവും നിലനിൽക്കുന്നതാണ്. പ്രത്യേകിച്ച് ദമ്പതികൾക്കിടയിൽ നല്ല രീതിയിലുള്ള ഐക്യം, അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ കാര്യങ്ങളൊന്നും ഈ ഒരു വാരം ഉണ്ടാകുന്നതല്ല. വാഹനം എടുക്കാൻ പ്ലാൻ ചെയ്യുന്നവർക്ക് അനുകൂലമായിട്ടുള്ള വാരമാണ്. അതുപോലെ തന്നെ വീട് പണിയാനൊക്കെ പ്ലാൻ ചെയ്യുന്നവർക്കും ബിസിനസ് സംബന്ധമായിട്ട് ബിസിനസ് എക്സ്പാൻഷൻ, അതുപോലെ പുതിയ ബിസിനസ് തുടങ്ങാൻ പ്ലാൻ ചെയ്യുന്ന മിഥുനക്കൂർ നക്ഷത്ര ജാതകർക്കും വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ്. ഭാഗ്യപരമായിട്ട് വളരെ നല്ല ഒരു വാരമായിട്ടാണ് കാണിക്കുന്നത്. കുടുംബദേവിയെ ദിവസവും പ്രാർത്ഥിക്കുക, അതുപോലെ മഹാലക്ഷ്മി അഷ്ടകം ദിവസവും ജപിക്കുക. ആരോഗ്യപരമായിട്ട് നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള സമയമാണ് എങ്കിൽ പോലും പുറത്തു നിന്നുള്ള ഭക്ഷണം നിയന്ത്രിക്കുക. അങ്ങനെ പരിചയമില്ലാത്ത ഭക്ഷണങ്ങളൊക്കെ ഈ ഒരു വാരം ഒന്ന് നിയന്ത്രിക്കുക. ചിലവുകൾ ചെറിയ തോതിൽ കൂടി നിൽക്കാനുള്ള സാധ്യത മിഥുനക്കൂർ നക്ഷത്ര ജാതകർക്കും കാണിക്കുന്നതാണ്. അടുത്തത് കർക്കിടക കൂറിൽ വരുന്ന നക്ഷത്ര ജാതകരുടെ അടുത്തൊരാഴ്ചത്തെ ഫലം നമുക്ക് നോക്കാം. കർക്കിടക കൂറിൽ വരുന്ന നക്ഷത്ര ജാതകരായ പുണർദം, കാൽഭാഗം, പൂയം, ആയില്യം നക്ഷത്രം. ഇപ്പം കർക്കിടക മാസമാണ്, രാമായണ മാസം, പുണ്യമാസമാണ്. അപ്പൊ കർക്കിടക കൂറിൽ വരുന്ന നക്ഷത്ര ജാതകർക്ക് ശത്രുപരമായിട്ടുള്ള യാതൊരു തടസ്സവും ഈ ഒരു വാരം അല്ലെങ്കിൽ ഈ ഒരു മാസം തന്നെ ഇവർക്ക് അങ്ങനെ നേരിടുന്നതല്ല. ആദിത്യപരമായിട്ടുള്ള പൂർണ്ണമായിട്ടുള്ള കടാക്ഷം ഉണ്ടാവും. ആരോഗ്യപരമായിട്ടുള്ള ചെറിയ ബുദ്ധിമുട്ടുകൾ, നയന സംബന്ധമായ ബുദ്ധിമുട്ട്, തൊണ്ടയ്ക്കുള്ള ചെറിയ അസ്വസ്ഥത, അതുപോലെ കാൽമുട്ടിനുള്ള അസ്വസ്ഥത, അങ്ങനെയുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കർക്കിടകക്കൂർ നക്ഷത്ര ജാതകർക്ക് കാണിക്കുന്നതാണ്. അപ്പൊ ദിവസവും മഹാദേവനെ പ്രാർത്ഥിക്കുക, അതുപോലെ തന്നെ ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കുക. ഹനുമാൻ ചാലിസ ജപിക്കുന്നത് വളരെ നല്ലതാണ്. വിഷ്ണു സഹസ്രനാമവും ദിവസവും ജപിക്കുക. കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകർക്ക് ജോലി അന്വേഷിക്കുന്നവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ്. അതുപോലെ നിലവിൽ ജോലി സംബന്ധമായിട്ടുള്ള തടസ്സങ്ങളെല്ലാം മാറി നിൽക്കുന്നതാണ്. ഭാഗ്യപരമായിട്ട് വളരെ നല്ല സമയമാണ്. കുടുംബത്തെ ശാന്തിയും സമാധാനവും ഐശ്വര്യവും നിലനിൽക്കുന്നതാണ്. വിവാഹം ആലോചിക്കുന്നവർക്കും വളരെ നല്ല സമയമാണ്. അതുപോലെ കുട്ടികൾക്ക് ചെറിയ രീതിയിലുള്ള മടി, പഠന സംബന്ധമായിട്ടുള്ള മടി ഉണ്ടാകാനുള്ള സാധ്യതകൾ കാണിക്കുന്നു. ഹയർ സ്റ്റഡീസിന് പുറത്ത് പോകാൻ പ്ലാൻ ചെയ്യുന്നവർക്കും അടുത്ത ബുധനാഴ്ച വരെ ചെറിയ തോതിലുള്ള തടസ്സങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകർക്ക് കാണിക്കുന്നതാണ്. അടുത്തത് ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകരുടെ അടുത്തൊരാഴ്ചത്തെ ഫലം നമുക്ക് നോക്കാം. ചിങ്ങക്കൂർ നക്ഷത്ര ജാതകരായ മകം, പൂരം, ഉത്രം, കാൽഭാഗം. ചിങ്ങക്കൂർ നക്ഷത്ര ജാതകർക്ക് ദൈവാധീനമുള്ള ഒരു വാരമാണ്. പ്രത്യേകിച്ച് ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്ന ചിങ്ങക്കൂർ നക്ഷത്ര ജാതകർക്ക് വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ്. ബിസിനസ് എക്സ്പാൻഷൻ ശ്രമിക്കുന്നവർക്കും പുതിയതായിട്ട് ബിസിനസ് തുടങ്ങാൻ പ്ലാൻ ചെയ്യുന്ന ചിങ്ങക്കൂർ നക്ഷത്ര ജാതകർക്കും അതുപോലെ തന്നെ ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റ്സ് കാര്യങ്ങൾ ചെയ്യാൻ അങ്ങനെയുള്ള പ്ലാനിംഗ് ഒക്കെ ഉണ്ടെങ്കിലും വളരെ നല്ല സമയമാണ്. വിവാഹം ആലോചിക്കുന്നവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ്. വിദ്യാർത്ഥികൾക്ക് ഹയർ സ്റ്റഡീസിന് പുറത്ത് പോകാൻ പ്ലാൻ ചെയ്യുന്ന കുട്ടികൾക്ക് വളരെ നല്ല സമയമാണ്. അതുപോലെ തന്നെ കോമ്പറ്റേറ്റീവ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്ക് ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകർക്ക് വളരെ നല്ല സമയമാണ്. കുടുംബത്ത് ശാന്തിയും സമാധാനവും ഐശ്വര്യവും നിലനിൽക്കുന്നു. സാമ്പത്തിക ഭദ്രത ഉള്ള ഒരു വാരമായിട്ടാണ് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ചിലവുകൾ പരമാവധി സൂക്ഷിച്ച് തന്നെ അങ്ങനെയുള്ള പണമിടപാടുകൾ നിങ്ങൾ വളരെയധികം സൂക്ഷിക്കുന്ന ഒരു വാരമായിട്ടാണ് കാണുന്നത്. അതുപോലെ പണം കടം കൊടുക്കുന്നത് ജസ്റ്റ് ഒന്ന് ചിന്തിച്ചതിന് ശേഷം മാത്രം അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക. ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റ്സിന് നിങ്ങൾക്ക് അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവില്ല. വാഹനം എടുക്കാൻ പ്ലാൻ ചെയ്യുന്ന ചിങ്ങക്കൂർ നക്ഷത്ര ജാതകർക്കും അതുപോലെ വീട് പണിയാനൊക്കെ പ്ലാൻ ചെയ്യുന്നവർക്കും വളരെ അനുകൂലമായിട്ടുള്ള ഒരു വാരമായിട്ടാണ് കാണിക്കുന്നത്. അടുത്തത് കന്നിക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകരുടെ അടുത്തൊരാഴ്ചത്തെ ഫലം നമുക്ക് നോക്കാം. കന്നിക്കൂർ നക്ഷത്ര ജാതകരായ ഉത്രം മുക്കാൽ ഭാഗം, അത്തം ചിത്തിര പകുതി. കന്നിക്കൂർ നക്ഷത്ര ജാതകർക്ക് അടുത്ത ആഴ്ച ചെറിയ രീതിയിലുള്ള തടസ്സങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ജോലി അന്വേഷിക്കുന്നവർക്ക് ചെറിയ തോതിലുള്ള തടസ്സം ഉണ്ടാവും. നിലവിൽ ജോലി സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറി നിൽക്കുന്നതാണ്. ജോലി അന്വേഷിക്കുന്നവർക്ക് മാത്രം ഒരു ബുധനാഴ്ച, അടുത്ത ചൊവ്വ ബുധൻ വരെ ആ ഒരു കാലയളവിൽ അതുവരെ ചെറിയ തടസ്സങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ കുടുംബത്ത് ശാന്തിയും സമാധാനവും ഐശ്വര്യവും നിലനിൽക്കുന്നതാണ്. വിവാഹം ആലോചിക്കുന്നവർക്കും ചൊവ്വാഴ്ച വരെ ചെറിയ തടസ്സങ്ങൾ ഉണ്ടാകാൻ ഉള്ള സാധ്യതകൾ കാണിക്കുന്നു. പുറത്തു നിന്നുള്ള ഭക്ഷണം നല്ല രീതിയിൽ ഒന്ന് ശ്രദ്ധിക്കുക. അതുപോലെ വാഹനം ഓടിക്കുമ്പോൾ കന്നിക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകർക്ക് വാഹനം ഓടിക്കുമ്പോൾ നല്ല ശ്രദ്ധയോടുകൂടി ഓടിക്കുക. അങ്ങനെയുള്ള ശ്രദ്ധക്കുറവ് മൂലമുള്ള പ്രശ്നങ്ങൾ കാണിക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഫിനാൻഷ്യൽ ഡീലിംഗ് നല്ല രീതിയിൽ ശ്രദ്ധിക്കണം. പണം ഇടപാടുകൾ, സാമ്പത്തിക ക്രയവിക്രയങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ട ഒരു വാരമായിട്ടാണ് കന്നിക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകർക്ക് കാണിക്കുന്നത്. ബന്ധുക്കൾ പോലും ശത്രുക്കൾ ആകാനുള്ള സാധ്യത, പ്രത്യേകിച്ച് അടുത്ത സുഹൃത്തുക്കൾ പോലും ചിലപ്പം ശത്രുക്കളാകാനുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങളുടെ സംസാര രീതി ഒന്ന് മിതപ്പെടുത്തുക. ആ ഒരു മിതത്വ ഭാവത്തിൽ സംസാരിക്കാൻ ശ്രമിക്കുക. ദൈവികപരമായിട്ട് നല്ല സമയമാണ്.
പക്ഷെ അങ്ങനെയുള്ള നല്ല രീതിയിലുള്ള പ്രാർത്ഥനകൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകുക. പ്രത്യേകിച്ച് ശിവ പഞ്ചാക്ഷരം അതുപോലെ തന്നെ വിഷ്ണു സഹസ്രനാമവും ദിവസവും ജപിക്കുക. അങ്ങനെയുള്ള തടസ്സങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം തീർച്ചയായിട്ടും മാറി കിട്ടുന്നതാണ്. അടുത്തത് തുലാക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകരുടെ അടുത്തൊരാഴ്ചത്തെ ഫലം നമുക്ക് നോക്കാം. തുലാക്കൂർ നക്ഷത്ര ജാതകരായ ചിത്തിരം പകുതി, ചോതി, വിശാഖം മുക്കാൽ ഭാഗം. തുലാക്കൂർ നക്ഷത്ര ജാതകർക്ക് പോസിറ്റീവ്സും നെഗറ്റീവ്സും രണ്ടും ഇടകലർന്ന ഒരു വാരമായിട്ടാണ് കാണിക്കുന്നത്. ജോലി അന്വേഷിക്കുന്നവർക്ക് ചെറിയ തടസ്സങ്ങൾ ഉണ്ടാകുമെങ്കിൽ പോലും നല്ല ജോലി ഈ വാരം അടുത്ത വാരത്തിന്റെ അവസാനത്തോടു കൂടി അവർക്ക് അങ്ങനെയുള്ള പ്രതീക്ഷകൾ, അങ്ങനെയുള്ള പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും റെസ്പോൺസ് കിട്ടുന്നതാണ്. നിലവിൽ ജോലി സംബന്ധമായിട്ടുള്ള തടസ്സങ്ങളൊക്കെ മാറുന്നതാണ്. അതുപോലെ ട്രാൻസ്ഫർ റിക്വസ്റ്റ് കാര്യങ്ങളൊക്കെ കൊടുത്ത ഗവൺമെന്റ് എംപ്ലോയീസ് അവർക്കൊക്കെ വളരെ അനുകൂലമായിട്ടുള്ള സമയമായിട്ടാണ് കാണിക്കുന്നത്. അപ്പം വിഘ്നേശ്വര പ്രീതി കൂടി നേടുക. അതുപോലെ തന്നെ കുടുംബത്ത് മാതാവിന് ചെറിയ തോതിലുള്ള ആരോഗ്യ ക്ലേശങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട്. അതല്ലെങ്കിൽ മാതാവ് വഴിയുള്ള റിലേഷൻസിൽ വരുന്ന ആളുകൾക്കും ആരോഗ്യ ക്ലേശങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട്. വാഹനം ഓടിക്കുന്നവർ നല്ല രീതിയിൽ ഒന്ന് ശ്രദ്ധിക്കുക. കുടുംബത്ത് ചെറിയ അസ്വസ്ഥതകൾ, പ്രത്യേകിച്ച് ദമ്പതികൾക്കിടയിൽ ചെറിയ സൗന്ദര്യപ്പിണക്കം ഉണ്ടാകാനുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട്. സാമ്പത്തിക ക്രയവിക്രയങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ട ഒരു വാരമായിട്ടാണ് തുലാക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകർക്ക് പൊതുവെ കാണിക്കുന്നത്. പണമിടപാടുകൾ നല്ല രീതിയിൽ ശ്രദ്ധിക്കുക. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്ന തുലാക്കൂർ നക്ഷത്ര ജാതകർക്ക് വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ്. വിവാഹം ആലോചിക്കുന്നവർക്ക് ചെറിയ തടസ്സങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകളും കാണിക്കുന്നു. ഉപരിപഠനത്തിന് പുറത്തേക്ക് പോകാൻ പ്ലാൻ ചെയ്യുന്ന കുട്ടികൾക്ക് വളരെ നല്ല സമയമാണ്. കോമ്പറ്റേറ്റീവ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ചെറിയ തടസ്സം അടുത്ത ബുധനാഴ്ച വരെ നേരിടുന്നതാണ്. അപ്പം സരസ്വതി ദേവിയെ നല്ല രീതിയിൽ പ്രാർത്ഥിക്കുക. കുടുംബ ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയാണെങ്കിൽ വളരെ ശ്രേഷ്ഠമാണ്. അടുത്തത് വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകരുടെ അടുത്തൊരാഴ്ചത്തെ ഫലം നമുക്ക് നോക്കാം. വൃശ്ചികക്കൂർ നക്ഷത്ര ജാതകരായ വിശാഖം കാൽഭാഗം, അനിഴം, തൃക്കേട്ട നക്ഷത്രം. വൃശ്ചികക്കൂറുകാർക്ക് നല്ല ദൈവാധീനമുള്ള ഒരു വാരമായിട്ടാണ് കാണിക്കുന്നത്. ജോലി അന്വേഷിക്കുന്നവർക്ക് വളരെ നല്ല ഒരു വാരം. അതുപോലെ തന്നെ ജോലിയിൽ നിലവിലുള്ള തടസ്സങ്ങളെല്ലാം മാറി നിൽക്കുന്നതാണ്. ആരോഗ്യപരമായിട്ട് ഒന്ന് ശ്രദ്ധിക്കുക. ഹെൽത്ത് ഇഷ്യൂസ്, അങ്ങനെ ചെറിയ തോതിലുള്ള ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാകാനുള്ള സാധ്യതകൾ കാണിക്കുന്നു. ജോലിയിൽ നല്ല വാരമായിട്ടാണ് കാണിക്കുന്നത്. വിവാഹം ആലോചിക്കുന്നവർക്ക് വളരെ നല്ല ഒരു വാരം. ഹയർ സ്റ്റഡീസിന് പുറത്തു പോകാൻ പ്ലാൻ ചെയ്യുന്ന കുട്ടികൾക്കും വളരെ നല്ല സമയമാണ്. അതുപോലെ വാഹനം എടുക്കാൻ പ്ലാൻ ചെയ്യുന്നവർക്കും കൺസ്ട്രക്ഷൻ കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യുന്നവർക്കും വളരെ നല്ല സമയമായിട്ടാണ് കാണിക്കുന്നത്. ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റ്സ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നവർക്കും അതുപോലെ തന്നെ പുതിയതായിട്ട് ബിസിനസ് തുടങ്ങാൻ പ്ലാൻ ചെയ്യുന്നവരും ബിസിനസ് എക്സ്പാൻഷൻ ശ്രമിക്കുന്നവർക്കും ഒക്കെ വളരെ നല്ലൊരു വാരമായിട്ടാണ് കാണിക്കുന്നത്. പൂർണ്ണമായിട്ടുള്ള ദൈവാധീനം നിറഞ്ഞു നിൽക്കുന്ന വാരം. ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ ശിവ പഞ്ചാക്ഷരം ദിവസവും ജപിക്കുന്നത് വളരെ ഉത്തമമായിരിക്കും. അടുത്തത് ധനുക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകരുടെ അടുത്തൊരാഴ്ചത്തെ ഫലം നമുക്ക് നോക്കാം. ധനുക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകരായ മൂല നക്ഷത്രം, പൂരാടം, ഉത്രാടം കാൽഭാഗം. ധനുക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകർക്ക് ചെറിയ തോതിലുള്ള തടസ്സങ്ങൾ ഈ ഒരാഴ്ച കാണിക്കുന്നുണ്ട്. അതായത് ജോലി അന്വേഷിക്കുന്നവർക്ക് അത് ലഭിക്കാനുള്ള ചെറിയ തടസ്സങ്ങൾ ഈ ഒരു വാരം കാണിക്കുന്നു. ജോലി സംബന്ധമായിട്ടും നിലവിൽ ജോലിയിൽ ഉള്ളവർക്കും അങ്ങനെയുള്ള തടസ്സങ്ങൾ, ഔദ്യോഗികപരമായിട്ടുള്ള തടസ്സങ്ങൾ ധനുക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകർക്ക് പൊതുവെ കാണിക്കുന്നതാണ്. കുടുംബത്ത് പിതാവിന് ആരോഗ്യപരമായിട്ടുള്ള ചെറിയ ക്ലേശങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്, അതൊന്ന് ശ്രദ്ധിക്കുക. വിവാഹം ആലോചിക്കുന്നവർക്ക് ചൊവ്വാഴ്ച വരെ ചെറിയ തോതിലുള്ള തടസ്സങ്ങൾ കാണിക്കുന്നുണ്ട്. വാഹനം എടുക്കാൻ പ്ലാൻ ചെയ്യുന്നവർ അടുത്തൊരു ചൊവ്വാഴ്ച വരെ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. കുടുംബ ക്ഷേത്രത്തിൽ പറ്റുമെങ്കിൽ ദർശനം നടത്തുക ഈ ഒരു വാരം, അല്ലെങ്കിൽ അടുത്ത ആഴ്ചയായാലും പറ്റുമെങ്കിൽ ഒന്ന് ദർശനം നടത്തുക. അവിടെ ഒരു ചുവന്ന പട്ട് സമർപ്പിക്കുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും. കാരണം ധനുക്കൂർ നക്ഷത്ര ജാതകർക്ക് കുടുംബ ദേവി കടാക്ഷം അല്പം കുറഞ്ഞു നിൽക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. അപ്പം കുടുംബദേവിയെ പ്രാർത്ഥനാ വേളയിൽ നല്ല രീതിയിൽ പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ ഹനുമാൻ ചാലിസ ദിവസവും ജപിക്കുക. നിങ്ങൾക്ക് ശത്രുപരമായിട്ടുള്ള ധനുക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകർക്ക് ശത്രുപരമായിട്ടുള്ള തടസ്സങ്ങൾ കാണിക്കുന്നുണ്ട്. അതും കൂടി ഒന്ന് കണ്ടറിഞ്ഞ് മുൻപോട്ട് പോവുക. പ്രത്യേകിച്ച് പണമിടപാടുകൾ നല്ല രീതിയിൽ ഒന്ന് ശ്രദ്ധിക്കുക. അടുത്തത് മകരക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകരുടെ അടുത്തൊരാഴ്ചത്തെ ഫലം. മകരക്കൂർ നക്ഷത്ര ജാതകരായ ഉത്രാടം മുക്കാൽ ഭാഗം, തിരുവോണം, അവിട്ടം പകുതി. മകരക്കൂർ നക്ഷത്ര ജാതകർക്ക് പോസിറ്റീവ്സും നെഗറ്റീവ്സും രണ്ടും ഇടകലർന്ന ഒരു വാരമായിട്ടാണ് കാണിക്കുന്നത്. വിവാഹം ആലോചിക്കുന്നവർക്ക് ചെറിയ തോതിലുള്ള തടസ്സങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട്. അതിനുശേഷം അടുത്ത വാരം അവസാനമാകുമ്പോഴത്തേക്കും ആ ഒരു തടസ്സങ്ങൾ മാറുന്നതാണ്. അതുപോലെ തന്നെ ജോലി സംബന്ധമായിട്ടുള്ള തടസ്സങ്ങൾ ബുധനാഴ്ചയ്ക്ക് ശേഷം മാറിക്കിട്ടുന്നതാണ്. കുടുംബത്ത് പിതാവിന് ചെറിയ തോതിലുള്ള ആരോഗ്യ ക്ലേശങ്ങൾ
ഉണ്ടാകാനുള്ള സാധ്യത, അതല്ലെങ്കിൽ സഹോദരന്മാർക്ക് അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട്. വിവാഹം ആലോചിക്കുന്നവർക്ക് ചെറിയ തോതിലുള്ള തടസ്സങ്ങൾ ഉണ്ടാവും. ഹയർ സ്റ്റഡീസിന് പുറത്തു പോകാൻ പ്ലാൻ ചെയ്യുന്നവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ്. അതുപോലെ തന്നെ ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക്, ബിസിനസ് എക്സ്പാൻഷൻ ശ്രമിക്കുന്നവർ അങ്ങനെയുള്ള പ്ലാനിംഗ് ഒക്കെ ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. ഫിനാൻഷ്യൽ ഡീലിംഗ് നല്ല രീതിയിൽ ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ ചിലവുകൾ ക്രമാതീതമായി കൂടി നിൽക്കാനുള്ള സാധ്യത മകരക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകർക്ക് കാണിക്കുന്നുണ്ട്. സാമ്പത്തിക ക്രയവിക്രയങ്ങളിൽ നല്ല രീതിയിൽ ഒന്ന് ശ്രദ്ധിക്കുക. അടുത്തത് കുംഭക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലം നമുക്ക് നോക്കാം. കുംഭക്കൂർ നക്ഷത്ര ജാതകരായ അവിട്ടം പകുതി, ചതയം, പൂരുരുട്ടാതി മുക്കാൽ ഭാഗം കുംഭക്കൂർ നക്ഷത്ര ജാതകർക്ക് വളരെ ദൈവാധീനമുള്ള ഒരു വാരമായിട്ടാണ് കാണിക്കുന്നത്. അവർക്ക് ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്ന കുംഭക്കൂർ നക്ഷത്ര ജാതകർക്ക് നല്ല രീതിയിലുള്ള ദൈവാധീനം നിറഞ്ഞു നിൽക്കുന്നു. ഹനുമാൻ സ്വാമി കടാക്ഷം നിറഞ്ഞു നിൽക്കുന്ന ഒരു വാരമായിട്ടാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ വിഷ്ണു സഹസ്രനാമം ദിവസവും ജപിക്കുക. നല്ല രീതിയിലുള്ള ദൈവാധീനം തീർച്ചയായിട്ടും നല്ല ഒരു ഭാഗ്യപരമായിട്ടുള്ള നല്ല സമയമായിട്ടാണ് കാണിക്കുന്നത്. മഹാലക്ഷ്മി അഷ്ടകം കൂടി ദിവസവും ജപിക്കുക. സാമ്പത്തിക ക്രയവിക്രയങ്ങൾ വളരെ ഭദ്രമായിരിക്കും അടുത്ത ഒരാഴ്ച. ചിലവുകൾ നിങ്ങൾക്ക് നിയന്ത്രിച്ച് നിർത്താൻ പറ്റിയ രീതിയിലുള്ള ദൈവാധീനം നിങ്ങൾക്ക് ഉണ്ടാവുന്നതാണ്. അങ്ങനെ കുടിശ്ശികയായിട്ട് പണം എവിടുന്നെങ്കിലുമൊക്കെ കിട്ടാനൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തീർച്ചയായിട്ടും ക്ലിയർ ആയി കിട്ടുന്നതാണ്. ജോലി അന്വേഷിക്കുന്നവർക്ക് വളരെ നല്ല ഒരു വാരമായിട്ടാണ് കാണിക്കുന്നത്. ജോലി സംബന്ധമായിട്ടുള്ള തടസ്സങ്ങളെല്ലാം മാറുന്നു. വിവാഹം ആലോചിക്കുന്നവർക്കും അതുപോലെ തന്നെ ഹയർ സ്റ്റഡീസിന് പുറത്തു പോകാൻ പ്ലാൻ ചെയ്യുന്നവർക്കും വളരെ അനുകൂലമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാൻ പറ്റിയ ഒരു വാരമായിട്ടാണ് കുംഭക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകർക്ക് കാണിക്കുന്നത്. കോമ്പറ്റേറ്റീവ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾ സരസ്വതി ദേവിയെ നിത്യവും പ്രാർത്ഥിക്കുക. സരസ്വതി ദേവി കടാക്ഷം തീർച്ചയായിട്ടും പൂർണ്ണമായിട്ടും കിട്ടുന്ന ഒരു വാരമായിട്ടാണ് കാണിക്കുന്നത്. അടുത്തത് മീനക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകരുടെ അടുത്തൊരാഴ്ചത്തെ ഫലം നമുക്ക് നോക്കാം. മീനക്കൂർ നക്ഷത്ര ജാതകരായ പൂരുരുട്ടാതി കാൽഭാഗം, ഉത്തരട്ടാതി രേവതി നക്ഷത്രം. മീനക്കൂർ നക്ഷത്ര ജാതകർക്ക് പൂർണ്ണമായിട്ടുള്ള ദൈവാധീനമുള്ള നല്ലൊരു വാരമായിട്ടാണ് കാണിക്കുന്നത്. അവർക്ക് ഹനുമാൻ സ്വാമിയുടെ കടാക്ഷം നിറഞ്ഞു നിൽക്കുന്ന നല്ലൊരു വാരമായിട്ടാണ് കാണിക്കുന്നത്. സാമ്പത്തിക ക്രയവിക്രയങ്ങൾ വളരെ ഭദ്രമായിരിക്കും. ശത്രുപരമായിട്ടുള്ള തടസ്സങ്ങളെല്ലാം മാറി നിൽക്കുന്നതാണ്. ജോലി അന്വേഷിക്കുന്നവർക്ക് വളരെ നല്ല ദൈവാധീനം നിറഞ്ഞു നിൽക്കുന്ന ഒരു വാരമാണ്. ജോലിയിലുള്ള തടസ്സങ്ങളെല്ലാം പൂർണ്ണമായിട്ടും മാറി നിൽക്കുന്നതാണ്. ശത്രുപരമായിട്ടുള്ള കാര്യങ്ങൾ, അങ്ങനെയുള്ള തടസ്സങ്ങളെല്ലാം മാറുന്നു. വിവാഹം ആലോചിക്കുന്നവർക്കും വളരെ നല്ലൊരു വാരമായിട്ടാണ് കാണിക്കുന്നത്. മീനക്കൂർ നക്ഷത്ര ജാതകർക്ക് കുടുംബത്ത് ശാന്തിയും സമാധാനവും ഐശ്വര്യവും തീർച്ചയായിട്ടും നിലനിൽക്കുന്നതാണ്. അതുപോലെ തന്നെ ഹയർ സ്റ്റഡീസിന് പുറത്തു പോകാൻ പ്ലാൻ ചെയ്യുന്ന മീനക്കൂർ നക്ഷത്ര ജാതകർ, അതുപോലെ തന്നെ കോമ്പറ്റേറ്റീവ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്നവർക്കൊക്കെ വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ്. ഉദര സംബന്ധമായിട്ടുള്ള ചെറിയ ബുദ്ധിമുട്ടുകൾ മീനക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകർക്ക് പൊതുവെ കാണിക്കുന്നതാണ്. ഞാൻ ഈ പറഞ്ഞത് പൊതുവെയുള്ള നക്ഷത്രഫലമാണ്. അങ്ങനെ എല്ലാവർക്കും 100% വർക്കൗട്ട് ആവുമെന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല. കാരണം നിങ്ങളുടെ ആ ഒരു ജനന സമയത്തുള്ള ഗ്രഹസ്ഥിതികളുടെ അടിസ്ഥാനത്തിലും അതുപോലെ ദശാസന്ധിയുടെ അടിസ്ഥാനത്തിലും ഇതിന് ഏറ്റക്കുറച്ചിൽ തീർച്ചയായിട്ടും ഉണ്ടാകുന്നതാണ്. അപ്പം പൊതുവെ മീനക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകർക്ക് വളരെ നല്ലൊരു വാരമായിട്ടാണ് കാണിക്കുന്നത്. സാമ്പത്തിക ക്രയവിക്രയങ്ങൾ നിങ്ങൾക്ക് വളരെ ഭദ്രമായിരിക്കും ഈ ഒരാഴ്ച. ധനപരമായിട്ട് വളരെ ലാഭം ഉണ്ടാകുന്ന ഒരു വാരമായിട്ടാണ് കാണിക്കുന്നത്. അതുപോലെ ഭാഗ്യപരമായിട്ടും നിങ്ങൾക്ക് നല്ലൊരു മീനക്കൂർ നക്ഷത്ര ജാതകർക്ക് വളരെ ഭാഗ്യപരമായിട്ടുള്ള നല്ലൊരു വാരമായിട്ടാണ് കാണിക്കുന്നത്. അപ്പം ഇത്രയാണ് 27 നക്ഷത്ര ജാതകരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലം. എന്റെ ചാനൽ MSV4 ആസ്ട്രോ റിസർച്ച് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവുചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം കൂടി കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. അതുപോലെ ജ്യോതിഷപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് അങ്ങനെ പേഴ്സണലി കബഡി പ്രശ്നത്തിലൂടെ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ അറിയാനും അങ്ങനെ ഉണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് അയച്ച് ബുക്ക് ചെയ്യാവുന്നതാണ്. എൻ്റെ വാട്സപ്പ് നമ്പർ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും നന്മയും ഐശ്വര്യവും നേരുന്നു. നന്ദി, നമസ്കാരം.